വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള അജ്സലാണ്. അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്കൊന്ന് പ്ലസ് ടു കഴിഞ്ഞേ ഉള്ളൂ. അതായത് ഏകദേശം ഒരു 17 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് 33,000-ലധികം സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിന് യൂട്യൂബിലുണ്ട്. അപ്പോൾ അജ്സലിനെ അജ്ജു ടെക്നോ എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങളെല്ലാവരും ആ ഒരു ചാനൽ കാണണം. ആദ്യമേ തന്നെ അജ്സലിനെ ഈ ഒരു സെഷനിലേക്ക്, ഇൻ്റർവ്യൂവിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം അജ്സൽ. താങ്ക് ഓക്കെ. താങ്ക് യു താങ്ക് യു. ഓക്കെ. അച്ഛല്ല, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഏത് സമയത്താണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ആശയം വന്നത്? എപ്പോഴാണ് വന്നത്? ഒന്ന് ഷെയർ ചെയ്യാമോ? അത് വെച്ചാൽ ഞാൻ ഒരു 4 വർഷം മുമ്പാണ്. അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ ഫോണൊന്നുമില്ല. ആ ടൈമിൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് മൂത്തമ്മേരെ വീട്ടിൽ ഫോൺ കളിക്കാനൊക്കെ പോകും, ഗെയിം കളിക്കാൻ. ഞാനും എന്റെ അനിയനും ഉണ്ടായിരുന്ന സമയത്ത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നത്. അവിടെ നിന്ന് സ്വന്തം ഫോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മൂത്തമ്മേരെ വീട്ടിൽ ഈ ഫോൺ ഉണ്ട് അവരെ വീട്ടിൽ. അപ്പൊ അതിലാണ് നമ്മൾ വീഡിയോസും കാര്യം ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പം നമ്മൾ എന്തായാലും യൂട്യൂബിലേക്ക് വരിക ഫസ്റ്റ് ഒരു വീഡിയോ ഇടാണെങ്കിൽ എന്തായാലും റീച്ച് ഒന്നും കിട്ടൂല. അത് എല്ലാവർക്കും ഉള്ള സംഭവമായിരിക്കും. റീച്ച് എന്തായാലും ഉണ്ടാവില്ല. നമ്മ അതിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ നമുക്ക് ഒരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പൊ ഓക്കെ. എനിക്കൊരു യൂട്യൂബർ ആണെന്ന് ആഗ്രഹം ആ ടൈമിലൊന്നും ഇല്ല. പക്ഷെ വെറുതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് വീഡിയോ, ഒരു 5-6 വീഡിയോ ഇട്ടു. അതിനുശേഷം എനിക്കൊരു ചെറിയ ഫോൺ കിട്ടി. അപ്പൊ അതിനുശേഷമാണ് ബാക്കി വീഡിയോസ് ഞാൻ ഇടാൻ തുടങ്ങുന്നത്. ഓക്കെ. ഫസ്റ്റ് തുടക്കം വെച്ചാൽ നമ്മുടെ മൂത്തമ്മേരെ ഫോണിൽ നിന്നാണ് തുടങ്ങി. ഓ, ശരി ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആർക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം. ഗ്രേറ്റ്. ഓക്കെ. വീട്ടിലൊക്കെ ഇതിനെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു? പേരൻസ് ഒക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നോ? ആദ്യമൊന്നും സപ്പോർട്ട് ഉണ്ടായില്ല. കാരണം വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. യൂട്യൂബ് പറഞ്ഞാല് ആദ്യം കേട്ടറിവ് മാത്രമല്ലേ ഉണ്ടാവൂ. അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ലല്ലോ. അപ്പം അതിന് അപ്പൊ ഭയങ്കര സപ്പോർട്ട് ആവൂല്ല. കാരണം വെച്ചാൽ എന്ത്, നമ്മളെ കുറിച്ച് നമ്മ ഇങ്ങനെ ഒരു യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് വേറെ തെറ്റായ രീതിയിൽ പോകും വിചാരിച്ചിട്ട് ഫസ്റ്റ് ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ പറഞ്ഞു കൊടുത്ത സമയത്ത് അവർക്ക് മനസ്സിലായി സംഭവമൊക്കെ. പിന്നെ കുറെ വീഡിയോ റെഫറൻസ് ഉണ്ടാവല്ലോ യൂട്യൂബിൽ ഒരുപാട്. ആ. അപ്പം നമ്മുടെ പ്രായത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കാണിച്ച സമയത്ത് അവർക്ക് ഏതൊക്കെ മനസ്സിലായി. ഇപ്പൊ ഒക്കെ നല്ല സപ്പോർട്ടാണ്. മുൻപൊക്കെ സപ്പോർട്ട് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം കുറച്ച് സെറ്റായി വരുന്ന സമയത്ത് സപ്പോർട്ടും കാര്യമൊക്കെ ഉണ്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്ന്. ഓക്കെ ഓക്കെ. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് യൂട്യൂബിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ആദ്യമേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്? അതായത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കൂട്ടിയെടുക്കാം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ? ഒരു തുടക്കക്കാരൻ നിലയിൽ നമ്മളിപ്പോ ഒരു ചാനൽ തുടങ്ങിയാൽ നമുക്കൊരു കണ്ടന്റ് ഉണ്ടാവും. കണ്ടന്റ് വെച്ചാൽ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വിഷയം ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്താൽ ഇത്ര വ്യൂസ് കിട്ടും, നമുക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാവും. ഫസ്റ്റ് ടൈം തന്നെ എന്തായാലും തുടങ്ങുന്ന സമയത്ത് ചെറിയ ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും തുടങ്ങും നമ്മ. അതെ. അപ്പൊ അങ്ങനെ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മാക്സിമം കണ്ടന്റ്സ് യൂട്യൂബിലേക്ക് ഇടാൻ ശ്രമിക്കുക. ഉം. അപ്പൊ ഇടുന്ന സമയത്ത് അതിന് ഏതിനാണോ നമ്മൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്, നമ്മുടെ ചാനൽ വഴി നമ്മുടെ ആൾക്കാരെ ഇഷ്ടപ്പെട്ട് ഏത് വീഡിയോക്കാണോ ആൾക്കാർ വരുന്നത് നമ്മൾ നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന കണ്ടന്റ് ആണ് നമ്മുടെ ചാനൽ ഇത്രത്തോളം വ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ളത്. ഇതുപോലത്തെ ഒരു കണ്ടന്റ് ആണ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പം അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോവാണെങ്കിൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ നമുക്ക് പെട്ടെന്ന് നടക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ ഒന്നും നടക്കൂല. കാരണം വെച്ചാല് യൂട്യൂബിനൊക്കെ ഒന്ന് സക്സസ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. ഇപ്പൊ ഞാൻ ഒരു ദിവസം ഇറങ്ങിയിട്ട് എനിക്ക് അന്ന് തന്നെ 1K 2K അടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കൂല. കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് സമയം ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആയി കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ഇതിൽ ഇരിക്കേണ്ടി വരും കുറച്ച് നാൾ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പം ശരിക്കും നല്ലൊരു കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതായത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം ഗ്രോ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്? അതിനെന്തെങ്കിലും ഇപ്പൊ ക്രൈറ്റീരിയ ഉണ്ടോ? മിനിമം എല്ലാവരും പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഉള്ളത് ഏണിങ്സ് വരുന്ന രീതിയിൽ എത്തണമെങ്കിൽ നമുക്ക് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സ് ആണ് വേണ്ടത് ശരിക്കും പറഞ്ഞാല്. ആ. അപ്പം അത് ഇപ്പൊ മാക്സിമം എല്ലാ ആൾക്കാരും വരുന്നത് യൂട്യൂബില് മണി ഏൺ ചെയ്യാനായിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിന്റെ നല്ലൊരു ബെനിഫിറ്റ് ഇപ്പം അല്ലെങ്കിൽ എമൗണ്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് എല്ലാവർക്കും. ഇപ്പം നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇപ്പം അതിൽ ലക്ഷങ്ങളും കോടികളും വാഴുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിലേക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ വെറുതെ എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം വേണ്ടി യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്.
അപ്പം ഈ സബ്സ്ക്രൈബേഴ്സ് എത്തണം വെച്ചാൽ മൈൽ സ്റ്റോൺ വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരുടെയും മൈൽ സ്റ്റോൺ വെച്ചിട്ട് ഫസ്റ്റ് ഉണ്ടാകുന്ന മൈൽ സ്റ്റോൺ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എന്തായാലും. ഓക്കെ അപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തുന്നത് വരെ കുറച്ച് കഷ്ടപ്പാടാണെന്ന്, എങ്ങനെ വെച്ചാൽ പറഞ്ഞിടത്തോളം കുറച്ച് കഷ്ടപ്പാടാണ് 1000 സബ്സ്ക്രൈബ് എത്തുന്നത് വരെ. 1000ത്തിന് ശേഷം ഓട്ടോമാറ്റിക് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് അനുസരിച്ച് ചാനൽ ഗ്രോ ആകുന്ന പറഞ്ഞിട്ടുള്ളത്. എനക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ 1000 സബ്സ്ക്രൈബിന് ശേഷം 35,000 സബ്സ്ക്രൈബ് ഞാൻ എത്തി. വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാല് നമുക്ക് തോന്നൂലേ ഇത്ര പെട്ടെന്ന് നമ്മൾ എത്തിയെന്ന്. ആ ആ തോന്നിച്ച 1000ത്തിന് ശേഷം ഭയങ്കര സ്പീഡായി നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഓക്കെ 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 ഒരു 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 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രിക്സുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാല് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടാല് നമ്മൾ മാക്സിമം ആ കണ്ടന്റ് വെച്ച് തന്നെ ബാക്കി അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ബാക്കി ഇറക്കാൻ ശ്രമിക്കുക. അപ്പം അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും അത് ഓട്ടോമാറ്റിക് യൂട്യൂബ് തന്നെ നമ്മുടെ ചാനൽ റെക്കമെൻഡേഷനിൽ കൊണ്ടുപോകും. അപ്പൊ അതുവഴി നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഗ്രോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ എനിക്ക് അറിയുന്നതിൽ അർജു പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു 1 മില്യൺ ഒക്കെ വിത്തിൻ 1 വീക്കിനകത്തൊക്കെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അദ്ദേഹം ഏത് കണ്ടന്റാ ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്റർടൈൻമെന്റ് കണ്ടന്റ് ഉണ്ട്. എന്റർടൈൻ പർപ്പസിൽ റോസ്റ്റിംഗ് കണ്ടന്റ്. ഓക്കെ 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 അപ്പം ഈ ഓഡിയൻസിന്റെ ടേസ്റ്റ് ഒരു ഘടകമല്ലേ ഈ ഗ്രോ ചെയ്യുന്നതിന്റെ? ഓഡിയൻസ് എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി വേണം നമുക്ക് പ്രവർത്തിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് വ്യൂസും നമ്മുടെ ചാനൽ ഗ്രോ ആകാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ 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 ശരിക്കും ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആണെങ്കിലും ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഒരു സാധ്യത എത്രമാത്രം അജുന് പറയാനായിട്ട് സാധിക്കും എന്ന് പറയാം? നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമുക്കത് പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ, ഇപ്പം ഈ കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു റീച്ച് ഉണ്ടാവും ആ ബിസിനസ്സിന്. അപ്പം അധികം ആൾക്കാർ ഇപ്പം വരുന്ന വെച്ചാൽ ബിസിനസ് ഗ്രോത്ത് ചെയ്യിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലേക്ക് തന്നെയാണ്. അതല്ലാതെ രീതിയിൽ പുറത്തോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം പോസ്റ്റർ അടിക്കുക, ഫ്ലക്സ് അടിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരുപാട് സംഭവം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അധികം കണ്ടുവരുന്ന വെച്ചാൽ ഗിവ് അവേ വെച്ചിട്ട് ഒരുപാട് ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. ബിസിനസ് ആയാലും അത് ഷോപ്പ് ആയാലും എല്ലാ സംഭവവും മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഗിവ് അവേ വെച്ചാണ്. ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഗിവ് അവേ വെച്ച് ഒരുപാട് ബിസിനസ് ഗ്രോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ 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 പിന്നെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഇനിഷ്യലി ഞാനും ചെയ്തുകൊണ്ടിരുന്നതാണ്. നമുക്കൊരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യും. ശരിക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂട്യൂബിന്റെ വ്യൂസിനെ അത് ബാധിക്കുമോ? യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുമോ? ഇതുപോലെ വാട്സപ്പ് വഴി ലിങ്ക് വരുന്നതുകൊണ്ട് അതൊരു യൂട്യൂബ് വ്യൂസ് ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുമോ ശരിക്കും നമുക്കിപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് അതിന് വ്യൂസ് ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക് ഷെയർ ചെയ്യും. കാരണം വെച്ചാൽ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ അതുവഴി കിട്ടുന്ന വ്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യും. അതിന്റെ വാട്സപ്പും കാര്യങ്ങൾ കിട്ടും. ബട്ട് നമുക്ക് ആ വ്യൂസിനെ കൊണ്ട് യൂസ് ഉണ്ടാവില്ല. കാരണം വെച്ചാല് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോസ് നമ്മൾ വെറുതെ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പൊ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതിനെ അയച്ചല്ലേ എടുത്ത് നോക്കിയിട്ട് അവർ കണ്ടിട്ട് പോകുന്നു. അല്ലാണ്ട് നമ്മുടെ ചാനലിന് അതിനെ കൊണ്ട് റീച്ചോ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായാൽ തന്നെ ആ സബ്സ്ക്രൈബറിനെ കൊണ്ട് വലിയ യൂസ് ഉണ്ട്. കാരണം വെച്ചാൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാന്ന്. പിന്നെ നമ്മൾ അടുത്ത ലിങ്ക് എടുത്താൽ മാത്രമേ അവർ വരും. ഒരു ആക്റ്റീവ് സബ്സ്ക്രൈബർ ആയിട്ട് നമുക്ക് അതിന് കിട്ടൂല. കാരണം കുറച്ചും കൂടി വൈകി ഇങ്ങനെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കിട്ടുന്ന ആൾക്ക് തന്നെ ഓട്ടോമാറ്റിക് മടുപ്പ് വരും. ഇവൻ എന്താ ദിവസം ഇങ്ങനെ ലിങ്ക് അയച്ച് നമ്മളെ വെറുപ്പിക്കാന്നുള്ള രീതിയിൽ എത്തും. അപ്പൊ അതിനെ കൊണ്ടുള്ള ഈ ലിങ്ക് അയച്ച് നേടുന്ന വ്യൂസിനെ കൊണ്ട് വലിയ യൂസ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ യൂട്യൂബേഴ്സ് എല്ലാ ആൾക്കാരും ഫസ്റ്റ് എന്തായാലും റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചാൽ വ്യൂസ് വാങ്ങാം. അപ്പൊ കൊണ്ടുള്ള വ്യൂസിന് വാല്യൂ ഇല്ല എന്നല്ല, ഫസ്റ്റ് കാണുന്ന പുറമോടിയിൽ നല്ല വാല്യൂ ഉണ്ട്. പക്ഷെ അകത്തോട്ട് നോക്കാണെങ്കിൽ അതിന് വാല്യൂ ഇല്ല. ഓക്കെ ഓക്കെ പിന്നെ ചില ആളുകൾ പേയ്മെന്റ് കൊടുത്തോണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടുമല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ? പ്രമോഷൻ രീതിയിലാണ് ഉദ്ദേശിച്ചത്. നമുക്ക് യൂട്യൂബിന്റെ വ്യൂസ് കൂട്ടാനാണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുമല്ലോ. ഇപ്പം വിദേശങ്ങളിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടുമല്ലോ. പെയ്ഡ് രീതിയിൽ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ ചെയ്ത് ഇതുപോലെ തന്നെയാണ്. പുറംപോട്ടിൽ നല്ല സബ്സ്ക്രൈബേഴ്സ് നല്ല ഒരു ചാനലിൽ പുറംപോടിൽ, പക്ഷെ അകത്തോട്ട് പോവാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കൂടിയിട്ടുണ്ടാവും. ഇപ്പം ഒരു ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ വ്യൂസ് നോക്കുകയാണെങ്കിൽ ആകെ 1000-2000 വ്യൂസേ ഉണ്ടാവും. കാരണം വെച്ചാൽ
ഒന്നിക്കൽ അവരിങ്ങനെ പെയ്ഡ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ മേടിച്ച് അങ്ങനെ കൊണ്ടുവന്ന ചാനലായിരിക്കും. അപ്പം അതിനെ കൊണ്ടുള്ള വെച്ചാല് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തരുന്ന സബ്സ്ക്രൈബേഴ്സ് ബോട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. ആക്റ്റീവ് അക്കൗണ്ട് ആയിരിക്കൂല. ഇപ്പൊ എന്റെ പേരിൽ തന്നെ ഒരു 10 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ 10 അക്കൗണ്ട് വെച്ച് സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ ആകെ വീഡിയോ കാണേണ്ട ഒരു അക്കൗണ്ട് ആയിരിക്കും. ഓ അപ്പൊ അങ്ങനെയാണ് ഇപ്പം ഇവർ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയിട്ട് പെയ്ഡ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നതിൽ പുറം മുടി നല്ലതാണ്, പക്ഷെ അകത്ത് കാര്യമില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഉം. വ്യൂസും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുന്ന ആൾക്കാരുണ്ട് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഓക്കെ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 മണിക്കൂർ ആക്കാനൊക്കെ വേണ്ടിയിട്ട് പെയ്ഡ് ആയിട്ട് ക്യാഷ് കൊടുത്ത് വീഡിയോസ് കാണിപ്പിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഗ്രൂപ്പും കാര്യമൊക്കെ ഉണ്ട് വാട്സപ്പിൽ. ഓക്കെ 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 ശരിക്കും സ്ഥായിയായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നോർമലി ഓർഗാനിക്കലി തന്നെ ആളുകൾ കണ്ട് 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 സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം മാനുവലി കൂടുന്നതാണ് നല്ലത് ശരിക്കും അല്ലേ? അതെ. നമ്മ ഇങ്ങനെ വെറുതെ പൈസ ചെലവാക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നല്ലൊരു കണ്ടന്റ് നമ്മുടെ കഴിവ് മനസ്സിലാക്കിയാൽ ഓട്ടോമാറ്റിക് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ പിന്നീട് ഈ യൂട്യൂബ് നമുക്ക് ലൈവ് സ്ട്രീമുകളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ലൈവ് സ്ട്രീമുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് എന്തെങ്കിലും സാധിക്കുമോ അത്? ലൈവ് സ്ട്രീമിൽ വെച്ചാലും വാച്ച് അവറിന്റെ കാര്യം ലൈവ് സ്ട്രീം വെച്ച് നോക്കുകയാണെങ്കിൽ വാച്ച് അവർ വളരെ കൂടുതൽ കിട്ടും. കാരണം വെച്ചാല് ലൈവായിട്ട് നമ്മുടെ ഒരു പേഴ്സൺ ഇരുന്ന് കാണുകയെന്ന് ലൈവ് ഏകദേശം 2-3 മണിക്കൂറൊക്കെ ഒരു ലൈവ് പോകും. അപ്പൊ അതിലൂടെയുള്ള വാച്ച് അവർ നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ലൈവിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ലൈവ് നമ്മ ഒരു മൈൽ സ്റ്റോൺ വെക്കും. ലൈവിൽ അധികം ആൾക്കാർ ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നൊരു സംഭവം നടക്കുന്നൊക്കെ പറഞ്ഞ് അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയൊക്കെ ലൈവ് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റെയ്ഡ് കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ ഞാനൊരു ചാനൽ ലൈവ് നടക്കാന്ന്, അപ്പൊ എനിക്ക് വ്യൂസ് കുറവാണ്. അപ്പം എന്റെ ഫ്രണ്ടിന്റെ ചാനൽ ലൈവ് നടക്കുമ്പോൾ അവന് കുറച്ച് വ്യൂസ് ഉണ്ട്. അപ്പൊ റെയ്ഡ് കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ ആ ലൈവിൽ പറയും ഇവന്റെ ചാനൽ ഉണ്ട് ചെക്കൗട്ട് ചെയ്ത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ വന്ന് അങ്ങനെ ഒരുപാട് ലൈവ് വെച്ച് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ലൈക്കും കൂടും. അതിനെ കൊണ്ട് ബെനിഫിറ്റും ഉണ്ടാകുന്നുണ്ട്. കാരണം വെച്ചാൽ അത് ലൈവ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഒറിജിനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് റീച്ച് ഇടാൻ സാധ്യതയുണ്ട് ലൈവ് കൊണ്ടൊക്കെ. ഓക്കെ 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 സ്കൂളിലൊക്കെ എല്ലാവർക്കും അറിയോ അജു ഇതുപോലെ ഈ വ്ളോഗറാണ്? ടീച്ചേഴ്സിനൊക്കെ എന്ത് പറഞ്ഞത് കണ്ടിട്ട്? യൂട്യൂബിന്റെ ഏകദേശം എല്ലാവർക്കും അറിയാം. നാട്ടിലാണെങ്കിലും ആ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എല്ലായിടത്തും ഇപ്പം ഏകദേശം ഒക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ ഞാൻ തന്നെ പറയണമെന്നില്ല, ഞാനും ഫ്രണ്ട്സും കൂടെ പോകണ്ടെങ്കിൽ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു കൊടുക്കും ടീച്ചർ ടീച്ചർ ഇതാ ഇവ യൂട്യൂബറാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ സ്കൂളിൽ ഏകദേശം എല്ലാവർക്കും അറിയാം എന്നെ. ഓക്കെ ഓക്കെ ഗ്രേറ്റ് ഓക്കെ ഓക്കെ ഇപ്പം എനിക്കൊന്ന് 33,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലേ ആ ചാനൽ ഓൾറെഡി. എന്ത് തോന്നുന്നു ഈ ഒരു സീറോയിൽ നിന്ന് നമ്മൾ 4 വർഷം മുമ്പേ തുടങ്ങിയ ഈ ഒരു യാത്രയിൽ 33,000 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തി നിൽക്കുന്നു, എന്ത് തോന്നുന്നു? ഇപ്പം നല്ലൊരു അഭിമാനമുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ആഗ്രഹം വെച്ചാൽ 100K അടിക്കണം എന്നാണ്. പക്ഷെ അതിനിടയ്ക്ക് ഇപ്പൊ ചെറിയ തടസ്സം പറ്റി. ഞാൻ 10ാം ക്ലാസ് സമയത്ത് എന്റെ ചാനല് ഞാൻ ഏകദേശം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. കാരണം വെച്ചാൽ വീട്ടിൽ ഫോണും കാര്യമൊക്കെ എടുത്തു വെച്ചു. ഇപ്പൊ SLC എക്സാം ആയതുകൊണ്ട് അങ്ങനെ എടുത്തു വെച്ച സമയത്ത് നമ്മുടെ ചാനൽ നല്ലോണം ഡൗൺ ആയി. ഏകദേശം ഫുൾ എല്ലാം ഡൗൺ ആയി. സബ്സ്ക്രൈബേഴ്സ് കുറയൂല. സബ്സ്ക്രൈബേഴ്സ് കുറയാതെ തന്നെ ഇനാക്റ്റീവ് ആയി പോകും ഓട്ടോമാറ്റിക് തന്നെ. നമ്മുടെ ഉം. വീഡിയോസും കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവര് ബെൽ നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്യാതെ പോയി. അങ്ങനെ ഒരുപാട് ഇനാക്റ്റീവ് ആയിട്ട് അങ്ങനെ ഒരുപാട് കാലം നമ്മുടെ ചാനലിൽ ഫുൾ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പം +1 +2 സമയത്താണ് ഞാൻ രണ്ടാമത് ആദ്യം അതിലേക്ക് കയറിയത്. അതിനുശേഷമാണ് ഞാൻ 2-3 വീഡിയോസ് കാര്യം ഒരു 5-6 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് കിട്ടിയതിനു ശേഷമാണ് 35,000 ഇപ്പൊ എത്തി നിൽക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ചെറുങ്ങനെ ഡൗൺ ആണ്. പക്ഷെ എത്ര ഡൗൺ ആയാലും നമ്മ അതിലേക്ക് ഒരു 2-3 മാസം ഇരിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആ ചാനൽ ഗ്രോ ചെയ്തെടുപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ചെറിയൊരു പ്രയത്നത്തിലാണ്. 35,000 സംതിങ് ഡൗൺ ആണുള്ള ചാനൽ. അപ്പൊ ഇനി അത് ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ ഗ്രേറ്റ് ഓക്കെ പിന്നെ ഈ നമ്മൾ ഈ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ആഴ്ചയിൽ ഇടുന്നതും അല്ലെ മാസത്തിൽ ഒരെണ്ണം ഇടുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പൊ ഒരു കണ്ടന്റ് ബേസിൽ നോക്കുകയാണെങ്കിൽ നമ്മ ഒരു വ്ളോഗ് സ്റ്റൈൽ അപ്പം എല്ലാ ദിവസവും ഡെയിലി വ്ളോഗ് നല്ല കിടിലൻ കണ്ടന്റ് വെച്ചിടുകയാണെങ്കിൽ നല്ല റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ അധികം വേണ്ടത്. എഡ്യൂക്കേഷൻ പരമായി നമുക്കിപ്പോ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ വേണമെങ്കിൽ നമ്മൾ ദിവസവും എഡ്യൂക്കേഷൻ കാണില്ല. കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ട ദിവസത്തേക്ക് നമുക്ക് പോയി കാണാം. പക്ഷെ അതിനപേക്ഷിച്ച് എന്റർടൈൻമെന്റ് നോക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് കണ്ട് ചിരിച്ച് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരത്തിൽ അങ്ങനത്തെ വീഡിയോ കാര്യമുണ്ട്. അപ്പം വീഡിയോ ഇടുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. നമ്മുടെ ചാനലിൽ ഇപ്പൊ നമുക്ക് ഒരാഴ്ചയിൽ മിനിമം 3 വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. കാരണം വെച്ചാൽ ഒരാഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ആകുമ്പോൾ
ഒരുപാട് ലാഗ് വരും. ഏകദേശം 7-8 ദിവസം ഒരു വീഡിയോ വരാൻ കാത്തിക്കേണ്ടി വരും. അങ്ങനത്തെ ചെറിയ ലാഗ് വരുന്ന സമയത്ത് ആൾക്കാർക്ക് മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട്. നല്ല സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള ആൾക്കാരൊക്കെ ഏകദേശം ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വ്യൂസും കാര്യം കിട്ടും. പക്ഷെ നമ്മ ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ ഡെയിലി ആൾക്കാർ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് വരാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. ഡെയിലി വീഡിയോ ഇടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 വീഡിയോ മിനിമം ഇട്ടാൽ അത്രയും നല്ലതാണ്. ഓക്കെ ഓക്കെ. ഞാൻ ഈ പല യൂട്യൂബ് ചാനലുകളിൽ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും ചില ചാനലുകളിൽ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ വളരെ കുറച്ച് വീഡിയോസ് അവർ ഇട്ടിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ 54-60 വീഡിയോസൊക്കെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുണ്ട്. എന്നാൽ ചില കേസുകൾ 1000-ന് മുകളിലും 2000-ന് മുകളിലും വീഡിയോസ് ഉള്ളതുണ്ട്. ഇതെങ്ങനെയാണ് അത് ഒന്ന് അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ബേസ്ഡ് ഓൺ സബ്ജക്റ്റ് ആണോ, അവരുടെ കൈകാര്യം ചെയ്യുന്ന കണ്ടന്റ് അനുസരിച്ചാണോ ഈ ഒരു വ്യത്യാസം വരുന്നത്? അത് കണ്ടന്റ് അനുസരിച്ചായിരിക്കും എന്തായാലും വ്യത്യാസം വരിക. ഇപ്പൊ ഞാനൊരു ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കണ്ടന്റ് ആ യൂട്യൂബേഴ്സ് കണ്ടുപിടിച്ചായിരിക്കും അവരുടെ ചാനൽ ഗ്രോ ചെയ്യാൻ ശ്രമിക്കാൻ. ആദ്യം പറഞ്ഞ പോലെ എന്തായാലും ഒരു ബേസ്ഡ് കണ്ടന്റ്സ് കണ്ടുപിടിച്ചായിരിക്കും ബാക്കി അവർ ചാനൽ അവർ ഗ്രോ ചെയ്യാൻ തീരുമാനിക്കുക. അപ്പം ഇങ്ങനെ ഇട്ട സമയത്തായിരിക്കും ഇവർക്ക് മനസ്സിലാവുക ഈ കണ്ടന്റിന് നല്ല റീച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടന്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നല്ല ഗ്രോത്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് മാത്രം ഇട്ട് അതിന് നല്ല വ്യൂസ് ഇടുന്ന സമയത്തായിരിക്കും സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഒക്കെ കൂടി നല്ലൊരു ചാനൽ എത്താം. മിസ്റ്റർ ബീസ്റ്റ് പറഞ്ഞ ചാനലുണ്ട്. ഇപ്പൊ ഏകദേശം 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ചു ഇതിനിടക്ക്. അപ്പം അവരൊക്കെ ഇതുപോയി ഒരു എക്സ്ട്രീം കണ്ടന്റ് ഉണ്ട്. 24 hours കണ്ടന്റ് ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന കണ്ടന്റ്. അപ്പൊ അങ്ങനത്തെ സർവൈവിങ് കണ്ടന്റ്സ് നമ്മുടെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടുതൽ അങ്ങനെ വെച്ചാൽ പറ്റും, പക്ഷെ അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരുപാട് സർവൈവിങ് രീതിയുണ്ട്. അപ്പം അങ്ങനത്തെ കണ്ടന്റ് എക്സ്ട്രീം ലെവൽ കണ്ടന്റ് ഇറക്കിയിട്ടാണ് ഈ മിസ്റ്റർ ബീസ്റ്റിന്റെ ചാനൽ ഇപ്പൊ 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുള്ളത്. അപ്പം ഓരോ ബേസ്ഡ് കണ്ടന്റ്സിനനുസരിച്ചായിരിക്കും ചാനൽ ഗ്രോ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് പേര് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. മീൻസ് അവർക്ക് എത്ര നമ്മൾ പറഞ്ഞിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ജസ്റ്റ് ഒരു മൊബൈൽ എടുക്കാൻ പറഞ്ഞാൽ പോലും പല ആളുകളും എടുക്കാറില്ല. അവർക്ക് എന്താണ് ടിപ്സ് കൊടുക്കാനുള്ളത്? ഇങ്ങനെ പേടി കൊണ്ടാണോ അതോ എന്താണെന്ന് അറിയില്ലല്ലോ, നമുക്കറിയില്ല എന്താണെന്ന്. വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ പല ആളുകളും ചെയ്യാനായിട്ട് മടി കാണിക്കുന്നു. അവരുടെ മടി മാറ്റാനായിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സ്പേസ് ആണ്. കാരണം വെച്ചാൽ നമ്മ സ്വന്തമായിട്ട് നമ്മുടെ ഒരു ഫോം വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപകരണം യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ഫേസ് കാണിച്ചിട്ട് നമ്മ എങ്ങനെ മാക്സിമം ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നോക്കാണ്. അപ്പം അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് അടിക്കുന്ന മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മ സ്വന്തം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, അല്ലാണ്ട് അവര് പറഞ്ഞത് അല്ലെങ്കിൽ അവർ പൈസ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ല. നമ്മുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ നെഗറ്റീവ് ഉള്ള ആൾക്കാർ എന്തായാലും മാറ്റി വെക്കുക. അവരെ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അവരെ കൊണ്ട് യൂസ് ഇല്ല. അവരിനെ വെറുതെ പറയൽ മാത്രമല്ല, അല്ലാണ്ട് അവർക്ക് വലിയ യൂസ് കാര്യം ഉണ്ടായിട്ടൊന്നല്ല. അപ്പൊ നമ്മ അവരെ ഒഴിവാക്കാണെങ്കിൽ മാക്സിമം നമുക്ക് ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. നെഗറ്റീവുകൾ ഒഴിവാക്കിയാൽ മാത്രം നമുക്ക് പോസിറ്റീവ് ഫീൽ കിട്ടും. അത് വെച്ച് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ആൾക്കാർ ഫെയർ ഉണ്ടാവും. അങ്ങനെ വെച്ചാൽ പേടി, ഈ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. കാരണം വെച്ചാൽ ഈ നാട്ടുകാർ എന്ത് പറയും, അല്ലെങ്കിൽ ഈ കാണുന്ന ആൾക്കാർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്ന ഒരു പേടി ഉണ്ടാവും. അതൊന്നും പേടിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ എന്റെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് അതിന് മുമ്പിൽ ഇങ്ങനെ ഫോണും പിടിച്ച് വീഡിയോ എടുത്ത് പോകാനൊരു പേടിയുണ്ട്. കാരണം വെച്ചാൽ ഇവരെന്ത് പറയുന്നത്. കാരണം പേടിക്കണ്ട. എന്താ വെച്ചാൽ അവരെ ഫോണും പിടിച്ച് മുമ്പിലേ പോകുന്ന ഏകദേശം 2-3 സെക്കൻഡ് മാത്രമേ അവർ മുമ്പിലേ പോവുക. ആ ടൈം മാത്രമേ ഇവർ നമ്മളെ നമ്മളെ കുറിച്ച് പറയുകയും ചെയ്യും. അവരെ അവരെ കടന്നു പോയ ശേഷം അവർക്ക് ചിലപ്പോൾ നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവില്ല ഇവരാരും. അങ്ങനെ അവരെ കുറിച്ച് പേടിക്കുന്നു വേണ്ട. കാരണം വെച്ചാല് പബ്ലിക് അഫെയർ ഉണ്ടാവും. പേടി, ഈ നാട്ടുകാർ എന്ത് പറയും, അത് പേടിക്കുക വേണ്ട. കാരണം വെച്ചാല് വെറും വിത്തിൻ സെക്കൻഡ്സിനകത്ത് അവര് മറന്നു പോകും. നമ്മളല്ലാണ്ട് നമ്മളെ ആലോചിച്ചോണ്ട് ഇരിക്കുകയും ചെയ്യില്ല അവര്. അത് എന്തായാലും പേടിയില്ലാതെ പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാന്നെങ്കിൽ വളരെ കിടിലനാക്കി നമുക്ക് യൂട്യൂബ് കൊണ്ടുപോകാൻ പറ്റും. പുറത്തൊക്കെ പോയി കിടിലൻ കണ്ടന്റും കാര്യം ചെയ്യാണെങ്കിൽ. ഓക്കെ ഓക്കെ. അല്ല, ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യാതെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി അല്ലേ ഉൾപ്പെടുത്തുക. അങ്ങനത്തെ വീഡിയോസ് ധാരാളം അപ്ലോഡ് ചെയ്യുക അല്ലേ? ഇപ്പൊ ഒരു വീഡിയോ ഞാൻ ഇരുന്ന് വർത്താനം പറയുന്ന ചാനൽ എന്റെ. ഞാൻ ഒരു കണ്ടന്റ് ഇടും, ഒരു ടോപ്പിക് ഇട്ടിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ചാനൽ വിചാരിച്ചു. അപ്പൊ എപ്പോ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഞാൻ എപ്പോ ഇങ്ങനെ വീഡിയോ എടുത്ത് എല്ലാ ദിവസവും യൂട്യൂബിൽ വിചാരിച്ചു. അപ്പം അത് ആൾക്കാർ കണ്ട് മടുക്കും ആ സ്ഥലം. പക്ഷെ വീഡിയോ കാണാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ സ്ഥലമൊക്കെ കണ്ട് ബോറടിക്കും. അപ്പൊ നമ്മൾ മാറ്റുന്ന സമയത്ത് ഏകദേശം കുറച്ച് ലൊക്കേഷൻ അങ്ങോട്ട് മാറ്റുക, അല്ലെങ്കിൽ പുറത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ ലൊക്കേഷൻ ഇടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ നല്ല കളറായി കാണാൻ നല്ല രസം ഉണ്ടാവും.
അപ്പം അകത്തിരുന്ന് എടുക്കുന്നതായാലും പുറത്തുനിന്ന് എടുക്കുന്ന എനിക്ക് ഏകദേശം ലൊക്കേഷനൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് വീട്ടിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. ഓക്കെ ഓക്കെ. എന്താണ് നെക്സ്റ്റ് എയിം? എന്താണ് 1,00,000 എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ നെക്സ്റ്റ് എയിം അല്ലേ? അതെ, അതിന് മുമ്പ് ഒരു എയിം ഉണ്ട്. എനിക്ക് എന്റെ ഇപ്പൊ ഫോൺ ഒന്ന് മാറ്റണം. അപ്പൊ അതിനുള്ള ചെറിയ പ്രയത്നത്തിലാണ്. എങ്ങനെയെങ്കിലും ഒന്ന് യൂട്യൂബ് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി വെച്ചിട്ട് അതിലുള്ള ഏർണിങ്സ് ഉപയോഗിച്ചിട്ട് ഫോൺ വാങ്ങണം എന്നാണ് ഇപ്പൊ ആഗ്രഹം. മുന്നോട്ട് ഫോൺ കൊണ്ടുപോയി. ഉപയോഗിച്ചുകൊണ്ടാണ് കംപ്ലീറ്റ് വീഡിയോസും എടുക്കുന്ന അപ്ലോഡ് ചെയ്യുന്നില്ല? അതെ, ഞാൻ ഇതുവരെ ഉണ്ടായ മൊത്തം ഫോൺ ഉപയോഗിച്ച് തന്നെയാണ്. ഫസ്റ്റ് ചാനൽ തുടങ്ങിയ 4 വർഷം മുമ്പ് ഫോൺ തന്നെയാണ്. ഇപ്പം ഫോൺ തന്നെയാണ്. പക്ഷെ ഫോൺ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫോൺ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരണം ആഗ്രഹമുണ്ട്. 1,00,000 എപ്പോ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ? ധാരണ വെച്ചാല് നമ്മുടെ കണ്ടന്റിനനുസരിച്ച്. ഞാനിപ്പോ ഒരു ചവറ് കണ്ടിട്ടാല് എനിക്ക് അതിന് വ്യൂസ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നല്ല എഫേർട്ട് എടുത്ത് നല്ല കണ്ടന്റ് ഇടും, അത് നല്ല റീച്ച് കിട്ടും. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് എഫേർട്ട് ഇട്ട് നല്ലൊരു കണ്ടന്റ് ഇറക്കാണെങ്കിൽ നല്ല വ്യൂസ് ഇടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വെച്ച് പോവാണെങ്കിൽ 100K ഒക്കെ അടിക്കുന്ന എനിക്കൊരു ഇതില്ല. നമുക്കൊരു ഇതുണ്ടാവില്ല, ഇന്ന ഡേറ്റിന് അടിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല. എപ്പെങ്കിലും അടിക്കുന്ന ഒരു ഇതുണ്ട്, വിശ്വാസമുണ്ട്. എപ്പോ അതിൽ നമുക്ക് 100K അടിക്കുന്നു. ഓക്കെ 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 ഓക്കെ. അജുവിന്റെ എയിം എന്താണ്? വലിയൊരു മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ബ്ലോഗറായിട്ട് മാറുക എന്നുള്ളതാണോ ലക്ഷ്യം? അങ്ങനല്ല. ഞാനിപ്പം ജീവിച്ച ഈ കാലഘട്ടം ഞാനിപ്പോ മരിച്ചു പോയാല് ഞാൻ ഈ ലോകത്ത് ഒരു സ്ഥാനം വെച്ചിട്ടാ പോകുന്നത്. ഇങ്ങനെ ഒരു അജു ടെക്നോ എന്നുള്ള ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാള് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ബാക്കിയുള്ള ആൾക്ക് തിരിയുന്ന രീതിയിൽ ഒരു അടയാളം വെച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹം. ഓക്കെ, അതായത് ഗ്രേറ്റ്. വലിയ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊന്നും വേണമെന്നില്ല. പക്ഷെ ഓക്കെ, ഗ്രേറ്റ് കുറച്ച് ഗ്രേറ്റ്. ആൾക്കാർക്ക് നമ്മൾ അറിയണം ഇന്നൊരാളുണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. അജു ടെക്നോ എന്ന് പറയുന്ന ചാനൽ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മറ്റുള്ള ചെറുപ്പക്കാർക്ക് ഒരു വലിയൊരു പ്രചോദനമാണ് അജു ടെക്നോ, അജ്സൽ ഫ്രം കാസർഗോഡ്. അജു ടെക്നോ എന്നുള്ള ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അദ്ദേഹത്തിന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണുക. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ 33,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുക, പലതരത്തിലുള്ള വീഡിയോ ബ്ലോഗുകൾ, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്യുക, അതൊക്കെ വളരെ മറ്റുള്ള കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആക്ഷൻ എടുക്കുന്ന ആളുകൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂ എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അജു. വിഷ് ഓൾ ദി ബെസ്റ്റ് അജു. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.